ഹലോ, നമുക്ക് നെയ്ച്ചോറിനൊപ്പം നല്ല രീതിയിൽ കൂട്ടിക്കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്മീൻ സ്റ്റൂ നോക്കിയാലോ? തക്കാളി, ഉള്ളി, പച്ചമുളക് മാത്രമാണ്. പിന്നെ കൊഞ്ചം വേണമല്ലോ, കൊഞ്ചം മെയിനാണ്. പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാലും ആവശ്യം. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക, കാരണം വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കൊഞ്ചൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടുവിൽ നമ്മൾ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ നല്ല രീതിയിൽ വാട്ടിയതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കുക. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മളെ നെയ്ച്ചോറ് ഇവിടെ സൈഡിലായിട്ട് റെഡിയായി ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഒന്നാം പാൽ ഇനി ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചൻ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കൊഞ്ചൻ ആ പാലിൽ കിടന്ന് വെന്ത് വരുമ്പോഴാണ് കൊഞ്ചനിലേക്ക് നല്ല രീതിയിൽ തേങ്ങാപ്പാൽ പിടിക്കത്തുള്ളൂ. അത് കുറച്ചു നേരം തിളക്കാൻ വിടുക. അതിന്റെ നടുവിൽ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും ഇടണം. ഞങ്ങൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. സംഭവം ഭയങ്കര ഈസിയാണ്, പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റാണ്. നെയ്ച്ചോറിന്റെ കൂടിയും ചപ്പാത്തി, എനിക്ക് കൂടുതൽ ചപ്പാത്തിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.